നമ്മളെ PVC പൈപ്പിലെ കുരുമുളക് കൃഷി നമ്മളിപ്പോൾ ചെയ്തിട്ട് ഏകദേശം 5 വർഷമായി. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾക്ക് PVC പൈപ്പിൽ കുരുമുളക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മളെ വിളിച്ചിട്ട് പലരും കമൻറ്റിലൊക്കെ കണ്ടു, പല അഭിപ്രായങ്ങളൊക്കെ കണ്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുരുമുളക് ഏകദേശം ഇതുണ്ടാവില്ല, ഇങ്ങനെ PVC പൈപ്പിൽ അധികം നാൾ നിലനിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ 5 വർഷമായിട്ട് നമ്മളെ വീട്ടിൽ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വള്ളിയൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ നിങ്ങൾക്ക്, നമ്മൾ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. ഇതിൻ്റെ വള്ളീൻ്റെ വണ്ണവും കാര്യങ്ങളും കണ്ടാൽ അറിയാം എത്ര വർഷമായി എന്നുള്ളത് ഏകദേശം ഒരു കുരുമുളക് കർഷകന് കണ്ടാൽ അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 5 വർഷം മുന്നേ ചെയ്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇതിൻ്റെ വിളവെടുത്തു. ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് ഏകദേശം 3 കിലോ ഉണക്ക കുരുമുളക് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് കുരുമുളക് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇത് നമുക്ക് ചെയ്തു തരാൻ പറ്റുമോ, ഈ കൃഷി നമ്മൾക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ മലപ്പുറത്ത് തന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പുതിയ രീതിയിലുള്ള പൈപ്പാണ് വരുന്നത്. ആദ്യം നമ്മൾ ചെയ്തിരുന്നത് പിന്നെ ഇതുവരെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പൈപ്പ്. ഇപ്പോൾ നമ്മളത് മാറ്റിയിട്ട് പിന്നെ 4 മീറ്ററിൽ പൈപ്പ് ഇപ്പോൾ വരികയാണ്. അതിന് ഹോൾസും കാര്യങ്ങളൊക്കെ ഉള്ള പൈപ്പ് കമ്പനി നമുക്ക് നേരിട്ട് ചെയ്ത് തരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പിന്നെ 400-500 പോസ്റ്റുകളൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതിന് മുന്നൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പലരുടെയും കമൻറ്റ് കണ്ട് ഇത് കൂടുതൽ നിൽക്കില്ല, ഇതിന് വിളവ് കുറവേക്കാരം ഇതെന്നൊക്കെ പലരും പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ ഒരു 5 വർഷമായിട്ടുള്ള 5 വർഷമല്ല, അതിന് മുന്നേ നമ്മൾ ചെയ്ത് പരീക്ഷിച്ചതാണ്. അപ്പോൾ 5 വർഷമായിട്ട് നമ്മളെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ 5 വർഷമായിട്ട് നമുക്ക് കിട്ടിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മരത്തിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്ന വളം പകുതിയും മരങ്ങളാണ് വലിച്ചു കൊണ്ടുപോകുക. ഇത് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ നല്ല വിളവുണ്ട്, നല്ല രീതിയിൽ നമുക്ക് കുരുമുളക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റിലൊക്കെ കണ്ടു, ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് മരത്തിൽ ചെയ്താൽ പോരെ, മരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ചിലവ് കുറക്കാന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ ചിലവ് പറഞ്ഞാൽ ഈ PVC പൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ വെയിൽ കൊണ്ടുവച്ചിട്ട് ഒന്നും പറ്റില്ല. ഇതിപ്പോൾ ഏകദേശം 5 വർഷമായി. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ്, പിന്നെ പലരും പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അടിയിൽ കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ കോൺക്രീറ്റ് മണ്ണിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഏകദേശം ഇതിലൊരു 3 ചട്ടിയാണ് തോന്നുന്നത് ഏകദേശം ഒരു കോൺക്രീറ്റ് വരുന്നുള്ളൂ. അതും തന്നെ ആ പൈപ്പിൻ്റെ ചുവട്ടിൽ മാത്രമായിട്ടാണ് കോൺക്രീറ്റ് വരുന്നത്. ഇതിപ്പോൾ ഏകദേശം 5 വർഷമായല്ലോ, ഇതുവരെ ഈ പോസ്റ്റിന് ഒരു പ്രശ്നമോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്തരം നല്ല രീതിയിലാണ് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ PVC പൈപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് നമ്മൾ നമ്പർ താഴെ കൊടുക്കുക. ആ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം പോസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ കയ്യിൽ പോസ്റ്റുകളുണ്ട്. PVC പൈപ്പ് കുരുമുളകിനായിട്ട് മാത്രമായിട്ട് നമ്മൾ പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കുരുമുളക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. സുഹൃത്തുക്കൾ, അത് തേവെന്ന് പറഞ്ഞാൽ ഇതിനാണ്. ഇതിപ്പോൾ നമ്മൾ ഈ പോസ്റ്റിൽ ഇവിടെ ഒരു 2-3-4 പോസ്റ്റ് നമ്മളിത് എന്ത് ചെയ്തു, വള്ളി അടിയിൽ ദുരിതവാട്ടം വന്നിട്ട് 2-3 വള്ളി പോയി. അപ്പോൾ നമ്മൾ ഈ വള്ളി വെച്ചതാണ്. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 1.5-2 വർഷമായിട്ടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം മുകളിൽ വന്നു. ഇതിപ്പോൾ നമ്മളെ പഴയതിൻ്റെ അത്ര ആയിട്ടില്ല, ഏകദേശം മുകളിൽ വരെ വന്നു. അപ്പോൾ ഇത് നമ്മൾ ശരിക്ക് ഈ PVC പൈപ്പിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് തന്നെ ഏകദേശം ഒരു പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞത്. നല്ല മഴക്കാലമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഈ ചൂടിനൊക്കെ കുറച്ച് വള്ളി വലിപ്പം വെക്കലൊക്കെ കുറച്ച് കമ്മിയാണ്. നമ്മൾ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ തൈ നടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കുരുമുളക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിലെത്തിയിട്ട് PVC പൈപ്പിൽ, പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുള്ളൂ. ഇത് നല്ല പിടുത്താണ് ഇതിന്. PVC പൈപ്പിൽ നല്ല പിടുത്താണ്. എല്ലാവരും വിചാരം ഈ മിനുസുള്ള പ്രതലത്തിൽ ഇത് പിടിക്കില്ല എന്നാണ്. അപ്പോൾ ഇത് നല്ല പിടുത്തുണ്ട്. പിന്നെ പലരും പറയും ഇതിന് ഓളിച്ചിട്ടിട്ട് മണ്ണ് നിറച്ചുകൂടെ എന്നൊക്കെ പറയും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ താഴ്വേരിൽ തന്നെ കിട്ടുന്ന വളമ ഇതിന് മതി. നമ്മൾ ഇവിടെ ഓളിച്ചിട്ട് ചെയ്തിരുന്നു, ഇതിന് മുന്നൊക്കെ പരീക്ഷണം നടത്തിയതാണ്. അതിനൊന്നും ഒരു മികച്ചൊരു വിളവ് കൂടുതൽ കിട്ടുക അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഇതിൽ തന്നെ നമുക്ക് പറഞ്ഞില്ലേ, ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് 3 കിലോ ഉണക്ക കുരുമുളക് കിട്ടുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ഇതിന് മുന്നേ ചെയ്തതാണ്. എല്ലാവർക്കും അതറിയാം. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ പറയുന്നത് ഇതിൽ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്.